കല്യാണം കഴിഞ്ഞ ആൾക്കാരിലേക്ക് വരുമ്പോൾ ഇവർ ഇപ്പോൾ 2 വർഷത്തോളം നിങ്ങൾക്ക് കുട്ടികൾ വേണ്ട, ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യാനായിട്ടൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അബദ്ധവശാൽ ഇവർക്ക് കുട്ടികളായി കഴിയുമ്പോൾ പിന്നെ വീട്ടിലെ ഹോം റെമഡീസ് ആയിരിക്കും ആദ്യം അവർ കണ്ടെത്തുന്നത്. പപ്പായ കഴിക്കുക, പച്ചപ്പപ്പായ കഴിക്കാം, അല്ലെങ്കിൽ ഡേറ്റ്സ് കഴിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് പോകും, കുറേ മിത്തുകളിലേക്ക് അവർ പോകുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ, ഇതിനെക്കുറിച്ച് എന്താണ്? നമുക്ക് പപ്പായ കഴിച്ചാൽ അവർക്ക് കുറച്ചധികം വൈറ്റമിൻസ് ഒക്കെ കിട്ടും, മിനറൽസ് ഒക്കെ കിട്ടും, അവർ ആരോഗ്യവതികളാവും. പിന്നെ ഡേറ്റ്സ് കഴിക്കുകയാണെങ്കിൽ അയണൊക്കെ കിട്ടും. പക്ഷെ വണ്ണവും കൂടും. ഒരു ഡേറ്റിനകത്ത് 20 കാലറിയാണ്. ഒരു 3 ഡേറ്റ് കഴിച്ചാൽ 2 ദിവസത്തിന് സമം. അപ്പം അതിനകത്തൊന്നും കാര്യമില്ല. അതൊന്നും കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മൾ പറയുമായിരുന്നു പണ്ട് ഇഞ്ചി കഴിച്ചാൽ അബോർഷൻ ഉണ്ടാവും. പക്ഷേ നമ്മൾ ആയുർവേദക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇഞ്ചിയുടെ ലാർജ് എമൗണ്ട് ഓഫ് എക്സ്ട്രാക്റ്റ് ഒക്കെ വന്ന അബോർട്ടീവ് പേഷ്യൻ്റ് ആയിരിക്കാം. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഒരു കഷ്ണം, എത്ര കഷ്ണം ഇഞ്ചി കഴിക്കാൻ പറ്റും നമുക്ക്, അല്ലേ? അപ്പം അതിനകത്തൊന്നും വലിയ ഗുണങ്ങളൊന്നുമില്ല. അതും പറഞ്ഞ് എൻ്റെ ഇത് കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു ഗർഭം അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ സയൻറ്റിഫിക്കലി തന്നെ പുറത്തെടുക്കണം. അല്ലാതെ ഈ ഹോം റെമഡീസും കഴിച്ച് വീട്ടിൽ എള്ള് കഴിക്കുന്നവരുണ്ട്, അതിങ്ങി വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തൊന്നും പ്രയോജനങ്ങളൊന്നും നമ്മൾ കാണാറില്ല. ഗർഭം വളർന്ന് വളരെ സേഫായിട്ട് നമുക്ക് അബോർഷൻ ചെയ്യാവുന്ന സമയം കഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ ഗർഭം വേണ്ട എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് അതിനുള്ള മാർഗം സ്വീകരിക്കണം. എത്രയും നേരത്തെ നമ്മൾ ചെയ്യുന്നു അത്രയും സുരക്ഷിതമായിരിക്കും ഈ അബോർഷൻ്റെ ആ പ്രക്രിയയിൽ.